എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ചെന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി, നീ തരൂ ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടുതന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല, അതവിടെ വെക്കൂ. ഇന്ന് കൊണ്ടുവല്ലാന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്, കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതവിടെ വെക്കുക ചെയ്തു. ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ. അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. നീ തരൂ. ഒരു പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം ബോംബ് നല്ലല്ലോ ബാഗിലിരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മിയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അതിന്റെ ഗുണം കാണുന്നുണ്ട്. തന്നോട് ചോദിച്ചില്ല. ബസ് വന്നു. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടുനാക്കൂ. ഗീതു, എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. ഗീതു, എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. കുട്ടി മോളെ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കുന്നേ. പറഞ്ഞ കേക്ക്. എന്താ ചെയ്യ? മോളൊന്നും വരില്ലേട്ടാ. എന്തേ? വിശേഷം കേറിട്ട് പറയാം. താനെങ്ങടെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അയ്യോ, മാർക്കറ്റിൽ പോവാത് ഗവൺമെന്റ് ബസ്സല്ല. തമാശ നിന്റെ ഒരു തമാശ. പോടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ, യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചന്. തള്ളേ, മേലോട്ട് കളിക്കരുതട്ടോ. എന്താണ് ശബരി നിന്റെ തൊട്ടായി? പിന്നെ കളിക്കാണ്ട് പോടാ അവിടുന്ന്. ഇറങ്ങ. ഇത് വരാൻ വരാനാ പറഞ്ഞത്. എന്തു പറ്റി നോക്കുന്നു? എന്തടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്നൊരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത്. താനിത് ആരും കാണാതെ ആ കൊച്ചിനൊന്ന് കൊടുത്തോളൂ കേട്ടോ. അയ്യോ മോളെ, ഭക്ഷണങ്ങളല്ലേ? അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കുക? കഴിക്കാതെ പിന്നെ? ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ. ഇതാ നോക്കിക്കേ, എന്താ? വാ വാ വാ, വരാം വാ. തരാം വാ. മോളിരിക്കെ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. അത് സാരമില്ല, അതിന്റെ സൂത്രമുണ്ട്. തരാം മോളെ, തൽക്കാലം അവിട്ടിരിക്കട്ടെ. ഏയ് തുടരുത്. ഇതെന്താ? ആ, ഇത് കഴിക്കുന്നതിന് മുമ്പ്. അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. അയ്യോ, ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം.
എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കമായി. വീണ്ടും എണ്ണം കുറഞ്ഞു. കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കമായി. കുറയുന്നെങ്കിൽ കുറയട്ടെ. പൂച്ച വീണ്ടും ഉറക്കമായി. മതി മതി. മോളുടെ വയറ് അറിഞ്ഞോ? ആ കണ്ടോ കണ്ടോ, ഗീതു മോള് ചോറുണ്ടത് കണ്ടോ? ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. കൈ എഴുതാം. ആ ഇനിതാ മോളുടെ പപ്പി. താങ്ക് യു ഡ്രൈവർ. ഡ്രൈവർ അങ്കിൾ. മണിക്കുട്ടി വാ, വീട്ടു പോ.